സമൂഹം വലിയ വിവേചനം നേരിടുന്നു എന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത്. ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് പരസ്യമാക്കണമെന്നും അത് നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്രമേയവും അതിരൂപതയിൽ അവതരിപ്പിച്ചു. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, ക്രൈസ്തവ സമൂഹം വലിയ വിവേചനം നേരിടുന്നു എന്നപ്പോൾ പറഞ്ഞിരിക്കുകയാണ് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ്. അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന്? ലക്ഷ്മി, സെന്റ് തോമസ് ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന അവകാശ പ്രഖ്യാപന ദിനത്തോടനുബന്ധിച്ചുകൊണ്ടാണ് തൃശൂർ അതിരൂപത അധ്യക്ഷനായിട്ടുള്ള ആൻഡ്രൂസ് താഴത്ത് ഈ സർക്കാരിനെതിരെ ഒരു പരോക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ക്രൈസ്തവ സമൂഹം വലിയ വിവേചനം നേരിടുന്നു, വിവേചനത്തിൽ എല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായി സർക്കാർ നിയോഗിച്ച ജെ.ബി. കമ്മീഷൻ റിപ്പോർട്ട് എത്രയും വേഗം നടപ്പിലാക്കണമെന്നുള്ളതാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. കരഞ്ഞാൽ മാത്രമേ പാല് കിട്ടൂ എന്നുള്ള രീതിയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ട ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി നടപ്പിലാക്കേണ്ട പദ്ധതികളെക്കുറിച്ചും മറ്റുമുള്ള വിശദമായ ഒരു നയരേഖ സർക്കാരിന്റെ പക്കലുണ്ട്. അത് എത്രയും വേഗം നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാവണം. ന്യായമായ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകണം തുടങ്ങിയ ചില എന്നുള്ള വിധത്തിലുള്ള പരോക്ഷമായ വിമർശനങ്ങളാണ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉന്നയിച്ചിട്ടുള്ളത്. ജെ.ബി. കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണാ സമരത്തിൽ അദ്ദേഹം ഇത് പ്രമേയമായി അവതരിപ്പിക്കുകയും ചെയ്തു. സെന്റ് തോമസ് ദിനാചരണത്തിന്റെ ഭാഗമായി തൃശൂരിലും വിവിധ ഇടവകകളിലും ഇത്തരത്തിലുള്ള പ്രമേയ അവതരണം നടത്തിയിട്ടുണ്ട്. സർക്കാരിന് ഇക്കാര്യത്തിൽ വേഗത്തിൽ തീരുമാനമെടുക്കാനാകണമെന്നും ഇന്ന് നടന്ന പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള തൃശൂർ അതിരൂപത ബിഷപ്പ് ആവശ്യപ്പെട്ടു. ലക്ഷ്മി, ആൻഡ്രൂസ് താഴത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ക്രൈസ്തവ സമൂഹം വലിയ തോതിൽ വിവേചനം നേരിടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് പരസ്യമാക്കണമെന്നും നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്രമേയവും അതിരൂപതയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ പരോക്ഷ വിമർശനമാണ് അദ്ദേഹം ഇതിലൂടെ നടത്തുന്നത്.